ഇത് നമ്മുടെ കയ്പയുടെ കൃഷിയാണ്. ഇത് കണ്ടോ, ചെറിയ കയ്പ തൈകളാണ് കേട്ടോ. ഇത് ഞാൻ കുറച്ച് ചാണകവെള്ളം വളരെ നേർപ്പിച്ച് ഒഴിച്ചതാണ് കേട്ടോ. ഒന്ന് നമ്മളെ വീട്ടിൽ തന്നെ വാങ്ങിയ കയ്പയുടെ തൈകളാണ് കേട്ടോ. നമ്മളതിൻ്റെ കുരു എടുത്തിട്ട് ഉണ്ടാക്കിയതാണേ. ഇത് ഇപ്പോൾ ഇങ്ങനെ നല്ല പഴുത്ത കയ്പയാണേ. ഈ കയ്പയുടെ കുരു എടുത്തിട്ട് ഇതിൻ്റെ ഈ ചുവപ്പ് കളറുള്ള ഈ പുറമേയുള്ള ആ കോട്ടിങ്ങൊക്കെ മാറ്റിയിട്ടാണ് നമ്മൾ അതിൻ്റെ കുരു എടുത്തിട്ട് ഉണ്ടാക്കിയത് കേട്ടോ. ഇത് കണ്ടോ, ഈ ചുവപ്പ് കളറുള്ള ഈ കോട്ടിങ് ഈ ഭാഗം കംപ്ലീറ്റ് മാറ്റിയിട്ടാണ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ട് ഈ ചുവപ്പ് കളറുള്ള ഈ സാധനം പതുക്കെ അലിയിച്ച് ഇതിൻ്റെ മുകളിൽ നിന്ന് എടുക്കുകയാണ് കേട്ടോ. ഈ റെഡ് കളറുള്ള സാധനം കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ് ഈ റെഡ് കളർ. ഇതിന് ശേഷം എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ കയ്പ വിത്തുകൾ, ഈ ചുവപ്പ് കളറ് മുഴുവൻ ഒഴിവാക്കിയ കയ്പ വിത്തുകൾ നമ്മളൊരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇടുകയാണ് കേട്ടോ. അതിലേക്ക് ഇടുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നല്ല വിത്തുകളൊക്കെ ഗ്ലാസിൻ്റെ അടിയിലേക്ക് വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് താഴോട്ട് താഴ്ന്നു പോകും. നമുക്ക് എന്തെങ്കിലും ചീത്ത വിത്തുകൾ ഉണ്ടെങ്കിൽ ഇതിങ്ങനെ പൊങ്ങി നിൽക്കും കേട്ടോ. ഇതിൽ ഒറ്റ ചീത്ത വിത്തും ഇല്ല കേട്ടോ. എല്ലാ വിത്തും നല്ലത് തന്നെയാണ്. എല്ലാം വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് പോയി നിൽക്കുകയാണ് കേട്ടോ. എല്ലാം അടിയിൽ തന്നെ വീണിരിക്കുകയാണ്. അപ്പോൾ എല്ലാം നല്ല വിത്തുകൾ തന്നെയാണ് കേട്ടോ. അങ്ങനെയുള്ള വിത്തുകൾ എടുത്തിട്ടുണ്ടാക്കിയതാണ് കേട്ടോ ഇത്. അടുത്ത സ്റ്റേജ് ആകുമ്പോൾ കയ്പ വള്ളി വീശി തുടങ്ങും കേട്ടോ. അപ്പം നമുക്ക് അതിന് പടർത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കമ്പോ അല്ലെങ്കിൽ കയറോ കെട്ടി കൊടുക്കണം കേട്ടോ. ഇത് കണ്ടോ, ഞാനിപ്പം കയറിൻ്റെ അറ്റത്തൊരു കല്ല് കെട്ടി കൊടുക്കുകയാണ് ചെയ്തത്. നമ്മൾ പ്രധാനമായിട്ടും ഇതിന് കടലപ്പിണ്ണാക്ക് പൊളിപ്പിച്ചത് അതാണ് കേട്ടോ വളമായിട്ട് ഞാൻ ചേർത്തിരിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് ചാണകം വളരെ നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, അങ്ങനെ വള്ളി ഇങ്ങനെ മുകളിലേക്ക് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് ഒരു കമ്പൊക്കെ വെച്ചിട്ട് ഇതിനെ വള്ളിയെ പടർത്തി വിട്ടിരിക്കുകയാണ് കേട്ടോ. ഇത് കണ്ടോ, വളർത്തി വിട്ടിരിക്കുകയാണ്. അത്യാവശ്യം നന്നായിട്ട് വീശി തുടങ്ങിയിട്ടുണ്ട്, വള്ളി വീശി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നന്നായി നനച്ച് കൊടുക്കുക. കയ്പയ്ക്ക് എപ്പോഴും വെള്ളം വേണം. പ്രത്യേകിച്ച് നല്ല വേനലൊക്കെ ആകുമ്പോൾ നമ്മൾ 2 നേരവും നനയ്ക്കുക കേട്ടോ. രാവിലെയും വൈകിട്ടും കയ്പയ്ക്ക് നനച്ച് കൊടുക്കേണ്ടതാണ്. വളരെ പെട്ടെന്ന് തന്നെ പൂവിടും കായ്ക്കും ചെയ്യുന്നതാണ് കേട്ടോ കയ്പ. നമ്മൾ നന്നായി ചാണകവും വളങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരുപാട് കായ്കളും പൂക്കളും നൽകും കേട്ടോ. ഇതിപ്പോൾ നമ്മൾ കുറച്ചും കൂടെ വിശാലമായ പന്തലുകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വള്ളി വീശിയിട്ട് വള്ളിക്ക് പടർന്ന് കയറാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ വലിയ പന്തലൊക്കെ ആക്കി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയ കയ്പയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പുറമേ കൊടുക്കാനുള്ള പരിപാടിയൊന്നുമില്ല, നമുക്ക് തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. വേറെ ഒരെണ്ണം ഉണ്ടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് ഉണ്ടായി വന്നിരിക്കുന്നത് നല്ല ഗ്രീൻ കളറുള്ള കയ്പയാണ് കേട്ടോ. നല്ല പച്ച കളറുള്ള കയ്പയാണ്. ഇത് നല്ല കയ്പ് കൂടുതലുള്ള ടൈപ്പാണ് കേട്ടോ. ഇത് വളരെ ആരോഗ്യപ്രദമാണ് കേട്ടോ ഈ കയ്പ. ഇത് ഷുഗറിന് ഏറ്റവും നല്ലതാണ്. ഷുഗർ പേഷ്യൻറ്റിന് ഏറ്റവും നല്ലതാണെന്നാണ് പറയുന്നത് കയ്പ. ഇത് കണ്ടോ, അത്യാവശ്യം നല്ല നീളത്തിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് കയ്പേനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു അസുഖമാണ് പ്രാണികൾ വന്ന് കുത്തുക. ഇത് കണ്ടോ, ഈ പ്രാണി വന്ന് കുത്തിയിട്ട് ഈ കയ്പയ്ക്ക് കണ്ടോ ഒരു മഞ്ഞ നിറം വന്നിരിക്കുകയാണ് കേട്ടോ. പിന്നെ പ്രാണി കുത്തിയതിൻ്റെ ഒരു അടയാളം നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം കേട്ടോ. ഈ കയ്പ നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിറയെ ഒരു പുഴു വന്ന പോലെ ആയിരിക്കും, മുഴുവൻ പുഴുവായിരിക്കും കേട്ടോ. ഇത് കണ്ടോ, നമ്മളിത് പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ നിന്ന് നമ്മളിത് പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ പുഴു വന്നത് കാണാം കേട്ടോ. അത് നോക്കുക, നമ്മൾ ഒന്ന് പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ ഇതാ ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പം നമ്മളിത്ര കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി കൊണ്ട് വന്നിട്ട് ഇതാ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് വളരെയധികം നിരാശ തോന്നും കേട്ടോ. ഇത്രയും വളർത്തി എല്ലാം ഇങ്ങനെ കുത്തിപ്പോകുമ്പോൾ. അപ്പം നമ്മളിപ്പോൾ ഇതിനിപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യുന്നത് വേപ്പെണ്ണയും വെളുത്തുള്ളിയും കൂടി മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്യുകയാണ് കേട്ടോ ചെയ്യുക. നമ്മൾ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം സ്പ്രേ ചെയ്തിട്ട് നന്നായി അടിച്ചു കൊടുക്കുക കേട്ടോ. എല്ലാത്തിലും, പൂക്കളിലും ഇലകളിലും നമ്മുടെ കയ്പയിലും ഒക്കെ നന്നായിട്ട് അടിച്ചു കൊടുക്കുക. ഈ പ്രാണിക്ക് ഇതിൻ്റെ സ്മെല്ലടിക്കുമ്പം വരില്ല കേട്ടോ, പിന്നെ വരില്ല. അപ്പോൾ അതിനാണ് മാക്സിമം നമ്മൾ അങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ കയ്പയൊക്കെ നശിച്ചു പോകും.
അപ്പോൾ നമുക്കിപ്പം വേറെ മരുന്നോ കാര്യങ്ങളൊന്നും അടിക്കുന്നില്ല. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് വേണ്ടതായതുകൊണ്ട് നമ്മളിപ്പോൾ താൽക്കാലികമായി ഇങ്ങനത്തെ ഫലപ്രദമായ പ്രയോഗങ്ങളൊക്കെയാണ് നടത്തുന്നത് കേട്ടോ. വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ഏറ്റവും ഫലപ്രദമാണ് കേട്ടോ. ഈ കീടാക്രമണത്തിനൊക്കെ ഏറ്റവും ബെസ്റ്റ് മരുന്നാണ്. പിന്നെ കാണുന്ന അടുത്ത വില്ലനാണ് ചെതൽ. ചെതൽ ഇടയ്ക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഈ ചാണകമൊക്കെ യൂസ് ചെയ്യുമ്പോൾ, ചാണകം വെള്ളമൊക്കെ യൂസ് ചെയ്യുമ്പോൾ ചെതൽ വരാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ ആദ്യം തന്നെ മണ്ണിൽ കുമ്മായം കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും ചില അവസരത്തിൽ ചെതൽ വരാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളതിന് ഫലപ്രദമായിട്ട് കായമാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത്. അതായത് കായം ചൂടുവെള്ളത്തിലിട്ട് അലിയിച്ചിട്ട് അതിനകത്ത് ബാർ സോപ്പ് മുറിച്ചിട്ടിട്ട് അത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അല്ലെങ്കിൽ ഗോമൂത്രം നേർപ്പിച്ച് ഒഴിച്ച് കൊടുക്കുന്നതും ഈ ചെതലിനൊരു മരുന്നാണ് കേട്ടോ. ഇത്തരം സാഹചര്യങ്ങളൊക്കെ മറികടന്നിട്ട് വേണം ജൈവ കൃഷി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കേട്ടോ. നമുക്ക് വിഷമില്ലാത്ത മരുന്നടിക്കാത്ത പച്ചക്കറി കഴിക്കാൻ വേണ്ടി നമ്മൾ കുറച്ചൊന്ന് കഷ്ടപ്പെടുന്നതിൽ തെറ്റില്ല. കയ്പ കൃഷിയിൽ പ്രധാനമായിട്ട് ഈ കുത്തുന്ന പ്രാണി ഈ ഇടയ്ക്ക് കീടാക്രമണമാണ് കേട്ടോ കുറച്ചൊരു ശല്യമായിട്ട് മാറുന്നത്. വേറെ കയ്പ കൃഷി വളരെ സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാണ് എൻ്റെ കയ്പ കൃഷി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.